ബലാത്സംഗ പരാതിയിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ അറസ്റ്റിലായത് മൂന്നാമത്തെ പരാതിയിൽ ക്രൂരപീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്ന് വിദേശത്തുള്ള പത്തനംതിട്ട സ്വദേശിനി രാഹുൽ സ്ഥിരം കുറ്റവാളിയെന്നും അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയെന്നും റിമാൻഡ് റിപ്പോർട്ട്. അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. നാടകീയ അറസ്റ്റ് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തി പഴുതടച്ച ഓപ്പറേഷനിലൂടെ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ. അറസ്റ്റ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കും. രാഹുലിന് പിന്തുണയും സംരക്ഷണവും ഒരുക്കുന്നത് കോൺഗ്രസ് എന്ന് CPM. MLA സ്ഥാനം രാജിവെക്കണമെന്ന് K. സുരേന്ദ്രൻ. അയോഗ്യത പ്രമേയം വന്നാൽ അപ്പോൾ ആലോചിക്കുമെന്ന് VD സതീശൻ. രാഹുലിനെതിരെ പ്രതിഷേധിച്ച് DYFIയും യുവമോർച്ചയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരെ ആശുപത്രി വിട്ടു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. തന്ത്രിയും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഊന്നി SIT അന്വേഷണം. കേരളത്തിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകുന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിഷ്പക്ഷ അന്വേഷണം നടത്താൻ LDFനും UDFനും കഴിയില്ലെന്ന് വിമർശനം. BJP പ്രതിനിധി സമ്മേളനത്തിൽ മിഷൻ 2026 അവതരിപ്പിച്ച അമിത്ഷാ. അമേരിക്ക ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിന് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. രാജ്യത്തെ പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ US എന്ന് ഇറാൻ. ന്യൂസിലൻഡിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 301 റൺസ് വിജയലക്ഷ്യം. മുഹമ്മദ് സിറാജ്, ഹർഷദ് റാണ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർക്ക് 2 വിക്കറ്റുകൾ വീതം.